മയിൽപ്പീലി എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. കണ്ണൻ്റെ മയിൽപ്പീലി അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു നല്ല സുഖമുള്ളൊരു അനുഭവം കേട്ടാലോ? എന്താ പറയട്ടെ? നമസ്തേ ശ്രീകുട്ട. ആ, അങ്ങനെയൊക്കെ വിളിക്കാം. നല്ല സുഖമാണ് കേൾക്കാൻ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ്. ഒരു അനുഭവം ഞാൻ എഴുതിയിരുന്നു കേട്ടോ. അത് ശ്രീകുട്ടൻ വായിച്ചു. സന്തോഷമായി. എൻ്റെ പേര് വിജയലക്ഷ്മി. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണ് കേട്ടോ. ഒരു ചെറിയ അനുഭവം എൻ്റെ കണ്ണൻ എനിക്ക് തന്നു. ഞാൻ ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വായിക്കുമ്പോൾ ഒരു അമ്മയുടെ കഥ മനസ്സിൽ തട്ടിട്ടോ. അവർ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതു വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ അവർ മനസ്സിലോർത്തു, എന്തേ കണ്ണാ എനിക്കൊരനുഭവം തരാത്തത് എന്ന്. അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ എവിടെ നിന്നോ ഒരു മയിൽപ്പീലി അവരുടെ മടിയിൽ വീണു. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിട്ടോ. അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും മനസ്സിലോർത്തു, എന്തേ കണ്ണാ ആ അമ്മയ്ക്ക് കൊടുത്തതുപോലെ എനിക്കും അതേ അനുഭവം തന്നൂടെ എന്ന്. എനിക്ക് കുറേ ചെറിയ അനുഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ കുറേ അപ്പുറത്തുള്ള ഒരു കുട്ടി ഒരു കെട്ട് മയിൽപ്പീലിയായിട്ട് എൻ്റെ പടിക്കലൂടെ കടന്നു പോകുന്നു. അത് കണ്ട് ഞാൻ അതിശയിച്ചു കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ആ കുട്ടി കൊണ്ടുപോകുന്ന എന്താണ്? ആ കുട്ടിയോട് ചോദിച്ചു, ഇതെവിടുന്നാ മോനെ? ആ കുട്ടി പറഞ്ഞു, കുറച്ച് അപ്പുറത്തുള്ള പറമ്പിൽ നിന്നാണ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, അമ്മയ്ക്ക് വേണമെന്ന്. അത് കേട്ടതും വേണമെന്ന് പറഞ്ഞു ഞാൻ. അത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. ഞാൻ വിചാരിച്ചതും എൻ്റെ കണ്ണൻ എനിക്ക് അറിഞ്ഞു തന്നു. മയിൽപ്പീലി എൻ്റെ കണ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട്, അതിൻ്റെ പിന്നിൽ വെച്ചിട്ടോ. ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയതാണ് ആ വിഗ്രഹം. 20 കൊല്ലമായി വാങ്ങിയിട്ട്. ഇപ്പോഴും ആ കണ്ണനെ ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പറയുന്നത് ആ കണ്ണനോടാണ്. എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ കണ്ണനോട് പറയൂ, എൻ്റെ കണ്ണൻ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുറേ നീണ്ടുപോയില്ലേ ശ്രീകുട്ട? വായിക്കണേ മോനെ. വായിച്ചല്ലോ അമ്മേ. ഇതല്ലേ സന്തോഷം. അമ്മമാര്, അച്ഛന്മാര്, ചേട്ടന്മാര്, അനിയന്മാരൊക്കെ അനുഭവങ്ങൾ അയച്ചു തരുന്നു. ഞാനത് വായിക്കുന്നു നിങ്ങളോട്. അതങ്ങനെ തുടർന്നു പോവുകയാണ്. ഭഗവാൻ കണ്ടന്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഞാൻ ആദ്യം ഭയന്നിരുന്നു ചാനൽ തുടങ്ങിയപ്പോൾ. ഇപ്പം എന്താ കഥ? ഭഗവാൻ ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തില്ലേ? നിലയ്ക്കാത്ത അതേമാതിരിയാണ് എൻ്റെ കയ്യിലേക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇൻബോക്സ് കണ്ടാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അനുഭവങ്ങൾ അയച്ചവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങളുടേത് പറയും. അല്ലാതെ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. 4 എണ്ണമൊക്കെ അല്ലേ ഒരു ദിവസം പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ. ഈ ഗ്രൂപ്പിലേക്ക് വരേണ്ട ഡീറ്റെയിൽസൊക്കെ അറിയാമല്ലോ. ജോയിൻ ബട്ടണിലൂടെ വരിക. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹരേ കൃഷ്ണ.